അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. അതിർത്തിയിലെ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നീങ്ങിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന ചിത്രങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്, മനസ്സിലാക്കുന്നത്. ആഭ്യന്തര കലാപം അത്രമേൽ കലുഷിതമായിരിക്കുന്നു. ഭാരതത്തിന്റെ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു രാഷ്ട്രമായി, ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഗൗതം ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഗൗതം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തരത്തിലും പാകിസ്ഥാൻ ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ല. ഭാരതത്തിന്റെ മിസൈലുകൾ ലാഹോർ ആയാലും ഇസ്ലാമാബാദ് ആയാലും കറാച്ചി ആയാലും റാവൽപിണ്ടി ആയാലും എല്ലാം എല്ലായിടത്തും തീമഴ പെയ്യുകയാണ്. അതേസമയം തന്നെ ബലൂച്ച് വിമോചന പോരാളികൾ കൊറ്റപിടിച്ചെടുക്കുന്ന സാഹചര്യം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി എവിടെയാണ്, പാകിസ്ഥാന്റെ സൈനിക മേധാവിയാണ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരം നൽകാൻ കഴിയാത്ത ഒരവസ്ഥ. അതേസമയം തന്നെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലടക്കം അതിനിർണായകമായ കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും, അല്ലേ? പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അനാവശ്യമായി ഭാരതത്തെ വെല്ലുവിളിക്കുകയും അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തത്. അതിപ്പോൾ വലിയ വിനാശം പാകിസ്ഥാന് സ്വയം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒന്ന്, ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രത്യാക്രമണം ഇന്നലെ രാത്രിയിൽ ഉണ്ടായി. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഒപ്പം ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയിട്ടുള്ള വലിയ ഒരു മുന്നേറ്റമാണ്. അതായത് ബലൂച്ച് ലിബറേഷൻ ആർമി ഈ കൊറ്റ എന്ന ബലൂചിസ്ഥാൻ്റെ തലസ്ഥാന നഗരിയുടെ നിയന്ത്രണം ഏതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടി പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഭ്യന്തര പ്രതിസന്ധിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാനിലെ 5 പ്രൊവിൻസുകളിൽ ഒന്നാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ബലൂചിസ്ഥാൻ സംസ്ഥാനം എങ്ങനെ മറ്റ് പാകിസ്ഥാനിലെ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഖനികളും അതോടൊപ്പം തന്നെ ഓയിലുകളും ഒക്കെയുള്ള, അതായത് പാകിസ്ഥാന്റെ സമ്പത്തിനെ പരിപോഷിപ്പിക്കുന്നതിൽ വളരെ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഭൂപ്രദേശമുള്ള അനുഗ്രഹീതമായ ഭൂപ്രദേശമുള്ള മണ്ണാണ് ബലൂചിസ്ഥാൻ്റേത്. അത് നമുക്കറിയാം അതിൻ്റെ ചരിത്രം. അതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിരുന്നു, മുൻപ് അതൊരു നാട്ടുരാജ്യമായിരുന്നു. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെയൊക്കെ നേതൃത്വത്തിൽ പിന്നീട് നടന്ന ചില നീക്കത്തിലൂടെയാണ് ഈ പാകിസ്ഥാന്റെ ഭാഗമാക്കുവാൻ ജിന്നയുടെ കാലത്ത് തന്നെ ശ്രമം നടന്നു. പിന്നീട് 948 ആകുമ്പോഴേക്കും ബലൂചിസ്ഥാനെ പിടിച്ചെടുത്തുകൊണ്ട് ഒരു അധിനിവേശത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുകയും അങ്ങനെയാണ് ഈ നാട്ടുരാജ്യമായ ബലൂചിസ്ഥാൻ പിന്നീട് പാകിസ്ഥാന്റെ അധീനതയിലാകുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവിടെ ആളുകൾക്കിടയിലുള്ള ഏറ്റവും വലിയ അമർഷം എന്നത് ബലൂജികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അവർ ചൂഷണത്തിന് ഇരയാകുന്നു. മണ്ണിൻ്റെ മക്കളായ തങ്ങൾക്ക് ഈ മണ്ണിൻ്റെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ കൃത്യമായി അവിടെ നിന്നുണ്ടാകുന്ന റിസോഴ്സസുകൾ മറ്റുള്ളവർ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ പഞ്ചാബ് വിഭാഗക്കാരും പഞ്ചാബികളും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വവും തട്ടിയെടുക്കുന്നു, തങ്ങളെ നോക്കുകുത്തികളാക്കുന്നു എന്ന വികാരമാണ് ഈ ബലൂച്ച് വിമോചന പോരാട്ടങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഏതായാലും ആ പോരാട്ടം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രദേശം അടർന്നു മാറി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ബലൂചിസ്ഥാൻ മാറാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു തുടങ്ങുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. കഴിഞ്ഞ ദിവസം പാക് സൈന്യത്തിന് നേരെ വലിയ പോരാട്ടമാണ് ബലൂച്ച് പോരാളികൾ നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഈ പ്രൊവിൻസിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള കൊറ്റയുടെ നിയന്ത്രണം ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന സായുധ പോരാട്ട സംഘടന ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഈ കൊറ്റയിൽ നിന്നും പുറത്തേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ആഭ്യന്തരമായി തന്നെ വലിയ പ്രതിസന്ധി രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെയാണ് ഭാരതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അനാവശ്യമായ അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിച്ചത്. ഒരു ഭാഗത്ത് ബലൂച്ച് പ്രശ്നം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്ലാമാബാദിൽ വളരെ നാടകീയമായ രംഗങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയിൽ ഉണ്ടായത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീടിന് ഔദ്യോഗിക വസതിക്ക് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് വലിയ സ്ഫോടനമുണ്ടായത്. ഇതോടുകൂടി പരിഭ്രാന്തനായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പിന്നീട് ഓടി ഒളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഷഹബാസ് ഷെരീഫും കുടുംബവുമൊക്കെ ബങ്കറിലേക്ക് മാറേണ്ട ഒരു ഗതികേടിലേക്ക് പാകിസ്ഥാനിലെ സാഹചര്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ പഹൽഗാമിന് ശേഷം അതല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണക്കാരനായി പൊതുവെ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ കരസേനാ മേധാവി ജനറൽ അസീം മുനീറാണ്. അസീം മുനീറിനെയും അട്ടിമറിച്ചുകൊണ്ട് അവിടെ പട്ടാള അട്ടിമറി, സൈനിക തലത്തിൽ തന്നെ ചില അട്ടിമറികൾ
നടന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാനാണ് ഇതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തേണ്ടത്. പക്ഷേ നമുക്കറിയാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജനാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രമല്ല, അതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. അവിടെ ജനാധിപത്യം കേവലം പേരിൽ മാത്രമാണ്. ഭീകര സംഘടനകളും മത നേതാക്കളും സൈന്യവും ചാരസംഘടനയായ ISIയും ഒക്കെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഔദ്യോഗികമായ ഒരു വിശദീകരണം പാകിസ്ഥാൻ ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ സൈനിക മേധാവി തെറിച്ചു എന്ന് തന്നെയാണ് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈന്യത്തിനകത്ത് തന്നെ അസീം മുനീറിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം അതൃപ്തി സേനയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഭാരതവുമായി നടന്ന ഈ ഒരു ഏറ്റുമുട്ടലിലെ ദയനീയമായ പാകിസ്ഥാന്റെ അവസ്ഥ കൃത്യമായി മുതലെടുത്തുകൊണ്ട് അയാളുടെ സൈന്യത്തിനകത്ത് തന്നെയുള്ള ശത്രുക്കൾ ഒരുപക്ഷെ കരുനീക്കങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. അങ്ങനെയാകാം അസീം മുനീറിന് ഈ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഏതായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒളിവിലാണ്. ഇയാൾ ബങ്കറുകൾക്കകത്തേക്ക് മാറി. കാരണം ഇയാളുടെ ഔദ്യോഗിക വസതിക്ക് 20 കിലോ ഗൗതം ഈ ഒളിഞ്ഞിരുന്ന ആക്രമണം നടത്തുന്ന സാഹചര്യം കൂടി പാകിസ്ഥാൻ ഒളിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും തെറ്റായ വാർത്തകളിലൂടെയും നടത്തുന്ന ആക്രമണങ്ങളെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. തുർക്കിയുടെ സഹായമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ലഭ്യമായത് നമ്മൾ കണ്ടതാണ്. ഭാരതം ഇക്കാര്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് അതിൻ്റെ പൗരന്മാർക്ക് നൽകുന്നു. പാകിസ്ഥാൻ ഒളിയമ്പ് നൽകുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്നതിനെ തെറ്റായ വാർത്തകളെ തിരിച്ചറിയണം എന്നതിനൊപ്പം തന്നെ അങ്ങനെയുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കാൻ മടിക്കരുത് എന്ന കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ആ തരത്തിൽ അതായത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് ഈ ഡ്രോൺ ആക്രമണം, അതിനൊപ്പം മിസൈൽ ആക്രമണം, അതിർത്തികളിൽ ഷെല്ലാക്രമണം, ഭീകരരുടെ നുഴഞ്ഞുകയറ്റം, ഇങ്ങനെ ഏതൊക്കെ വഴികളിലൂടെ കടന്നു കയറാൻ ശ്രമിക്കാമോ അതുവഴിയൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പമാണ് ഞാൻ ഈ സൂചിപ്പിച്ച സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ തെറ്റായ വാർത്തകളുടെ പ്രചരണവും. വീണ അത് തന്നെയാണ്. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിരവധി അയൽ രാജ്യങ്ങളുണ്ട്. ആ അയൽ രാജ്യങ്ങളുമായൊക്കെ നമുക്ക് നല്ല ബന്ധമാണുള്ളത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ വളരെ സമാധാനപരമായി കാര്യങ്ങൾ പോകുന്ന സ്ഥലത്ത് പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. 1947 രാഷ്ട്രം വിഭജിച്ചപ്പോൾ തൊട്ട് നമ്മൾ ഇത് അനുഭവിച്ചു വരികയാണ്. അതിനാൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇനിയും ഇത് വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല, ഇത് പൂർണ്ണമായിട്ട് തന്നെ അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. സിന്ധു നദീജല കരാറും അതിലെ പോഷക നദികളുടെ കരാർ പോലും നമ്മൾ 1960-ലാണ് ഒപ്പുവെക്കുന്നത്. നെഹ്റുവിൻ്റെ കാലത്ത് ഇത്തരം ഒരു കരാറിൽ ഒപ്പിട്ടു. ഏതാണ്ട് 80% നദിയിലെ ജലം പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തി. 65-ലും 71-ലും 99-ലും യുദ്ധമുണ്ടാകുന്ന കാലത്ത് പോലും ആ കരാറിൽ നിന്നും ഭാരതം പിന്മാറിയില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലമായി വീണ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഒന്ന്, അയൽ രാജ്യത്തിനെതിരെ നിഴൽ യുദ്ധം നടത്തുക, നേരിട്ട് യുദ്ധം നടത്തുന്നതിനപ്പുറത്തേക്ക് ഈ ഭീകരവാദികളെ ട്രെയിൻ ചെയ്ത് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറ്റി വിടുകയും ഇവിടെ സ്ഫോടനങ്ങൾ നടത്തുകയും ഇവിടെ നിരപരാധികളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം സൈബർ ആക്രമണം പോലുള്ള കാര്യങ്ങൾ ചെയ്തു. അതോടൊപ്പം ഭീകരവാദത്തിന് ഫണ്ടിങ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ പാകിസ്ഥാന്റെ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനത്തിന് കനത്ത പ്രഹരം എന്ന നിലയിൽ തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഭാരതം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം സോഷ്യൽ മീഡിയയ്ക്കകത്തുകൂടി പാകിസ്ഥാൻ തെറ്റായ പ്രചരണം, പ്രത്യേകിച്ച് ഈ അൽ ജസീറയൊക്കെ പോലെയുള്ള ഈ പാകിസ്ഥാനെ അനുകൂലിക്കുന്നതായ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ആദ്യം തന്നെ ഭാരതം ആദ്യ പ്രത്യാക്രമണം നടത്തിയത് നമുക്കറിയാം. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടം പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണമായിരുന്നു. അത് തീർച്ചയായിട്ടും ഏകപക്ഷീയമായി തന്നെ ഭാരതം അതിൽ വിജയിച്ചിരുന്നു. അത് 100% ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ഭാരതത്തിന്റെ ഭാഗത്ത് ഒരു തരത്തിലുമുള്ള നാശനഷ്ടങ്ങളില്ലാതെ പരിപൂർണമായി നമ്മുടെ ടാർഗറ്റുകളെ ലക്ഷ്യം വെച്ച മിസൈലുകൾ അത് നമ്മുടെ ലക്ഷ്യം ഭേദിച്ചുകൊണ്ട് തന്നെ മുന്നേറി. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ പൊളിക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷേ ആ സമയത്ത് പാകിസ്ഥാൻ നടത്തിയൊരു പ്രചരണം നമ്മുടെ 5 പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതായിരുന്നു. അതിന് ഈ അൽ ജസീറയൊക്കെ പോലുള്ള ചില മാധ്യമങ്ങൾ കൂടി ഇത്തരം തെറ്റായ പ്രചരണങ്ങൾക്ക് കുടപിടിച്ചു. ഒടുവിൽ ഭാരതം തന്നെ പാകിസ്ഥാനോട് ചോദിച്ചിരുന്നു അതിന്റെ തെളിവുകൾ വേണം. കാരണം നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് സ്വാഭാവികമായും പാകിസ്ഥാൻ നൽകണമല്ലോ. അല്ലാതെ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അത് അങ്ങനെ യാഥാർത്ഥ്യമാകുന്നില്ല. അങ്ങനെ തെളിവ് ചോദിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ പെട്ടുപോവുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കേവലം ഒരു
തള്ളു മാത്രമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് അൽ ജസീറ പോലുള്ള പാക് അനുകൂലമായതും ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ളതുമായ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ കുറച്ച് കത്തിക്കാൻ ശ്രമിച്ചു, എരിവും പുളിയും ഇട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ 3 പോർ വിമാനങ്ങൾ ഭാരതം തീർച്ചയായും വെടിവെച്ചിട്ടു. അതിന്റെ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നേരത്തെ നമ്മൾ എത്തിച്ചതാണ്. ഒരു F-16 വിമാനവും 2 J-17 വിമാനങ്ങളുമാണ്. F-16 US നിർമ്മിത അത്യാധുനിക പോർ വിമാനമാണ്. വലിയ കപ്പാസിറ്റിയുള്ള ഇരട്ട എഞ്ചിൻ വിമാനമാണ്. അത്യാധുനിക രീതിയിൽ ആക്രമണങ്ങൾ നടത്തുവാനും പ്രതിരോധം തീർക്കുവാനും ഒക്കെ പറ്റുന്ന വിമാനമാണ്. എന്നാൽ F-16 എന്ന പടകൂറ്റൻ വിമാനത്തെയാണ് ഇപ്പോൾ ഭാരതം വെടിവെച്ചിട്ടിരിക്കുന്നത്. ഒപ്പം പാകിസ്ഥാന്റെ ഉറ്റ ചങ്ങാതിയായ ചൈന നൽകിയിട്ടുള്ളതാണ് ഈ J-17. അതും അത്യാധുനികവും അതോടൊപ്പം തന്നെ നമ്മുടെ റഫേൽ ഉൾപ്പെടെയുള്ള നമ്മുടെ പോർ വിമാനങ്ങളോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളതായ വിമാനമാണ് J-17. ആ J-17 2 ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസം വീഴ്ത്തിയത്. അങ്ങനെ ഭാരതവുമായുള്ള ഈ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന് 3 പോർ വിമാനങ്ങൾ ഇതിനകം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പോർ വിമാനങ്ങൾക്കെന്നല്ല, നമ്മുടെ ഒരു സംവിധാനങ്ങൾക്കും ഇതുവരെ ഒരു തരത്തിലുമുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. നമുക്ക് തീർച്ചയായും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത് ഏറ്റവും മികച്ചതാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രാത്രിയാണ് ഇന്നലെ കടന്നുപോയത്. നേരത്തെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 1% പോലും ഭാരതം തങ്ങളുടെ സൈനിക ശക്തി പുറത്തെടുത്തിട്ടില്ല, പടക്കോപ്പുകൾ പുറത്തെടുത്തിട്ടില്ല. പക്ഷേ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും ഓരോന്നായി പാകിസ്ഥാൻ ഉപയോഗിക്കുകയാണ്. എന്നാൽ അതൊക്കെയും ഛിന്ന ഭിന്നമായി പോകുന്ന കാഴ്ച